സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമൂഹത്തെ ബാധിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങളെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ എത്തിച്ചുകൊണ്ടത് സാമൂഹ്യ സമ്മർദ്ദത്തിലൂടെ ആ വിഷയങ്ങളെ ശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ പ്രക്രിയയിലാണ് സുഭാഷിതം ഡിജിറ്റൽ ചാനൽ ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കും മുറിവേൽപ്പിക്കാതെ ആരോടും പരിഭവമില്ലാതെ പറയേണ്ടത് വളരെ പരുക്കൻ വാക്കുകളിൽ ചിലപ്പോൾ പറയേണ്ടി വരും. അതാരുടെയും ആരോടുമുള്ള വ്യക്തിപരമായിട്ട് എടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ആവശ്യമായ സംഭാവന അയച്ചു തരിക, നിങ്ങൾ പരസ്യങ്ങൾ നൽകുക, നിർദ്ദേശങ്ങൾ എഴുതി അറിയിക്കുക, ആവലാതികളും പരാതികളുമൊക്കെ ഞങ്ങളുടെ വാട്സപ്പിൽ അയയ്ക്കുക. ഇന്ന് തികച്ചും വ്യത്യസ്തമായൊരു വിഷയമാണ്. 2 കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തു. ആ ഛത്തീസ്ഗഡിൽ 2 പേരെ അറസ്റ്റ് ചെയ്തപ്പോൾ ബജ്രംഗ് ദൾകാർ വന്ന് ബഹളമുണ്ടാക്കി, സമ്മതിച്ചു. എന്നാൽ അവിടെ മാത്രം നിൽക്കേണ്ട ഒരു വിഷയത്തെ ഒരു അഖിലേന്ത്യാ വിഷയമാക്കി വളർത്തിയെടുത്ത് ഇത് വലിയ രൂപത്തിലേക്ക് കൊണ്ടുപോയി. നമ്മുടെ എംപിമാർ, MLA മാർ, ഭരണപക്ഷക്കാർ, പ്രതിപക്ഷക്കാർ എല്ലാവരും കൂടെ അവിടെ തമ്പടിച്ച് എല്ലാ ചാനലുകളിലും ഇത് കൊണ്ടുവന്ന്, എല്ലാ ഓൺലൈൻ മീഡിയകളിലും ഇത് കൊണ്ടുവന്ന് വലിയ ആഘോഷമാക്കി മലയാളി. എന്താണെന്നറിയാവോ അനന്തരഫലം? ഇന്നിപ്പോൾ ഛത്തീസ്ഗഡിലാവട്ടെ, ഒഡീഷയിലാവട്ടെ, അവിടുത്തെ സംസ്ഥാനങ്ങളിലൊന്നും ക്രിസ്തീയ മതക്കാർക്ക് പ്രഭാഷണം നടത്താനോ മിഷണറി പ്രവർത്തനം നടത്താൻ കഴിയാത്ത രീതിയിലേക്ക് അവിടുത്തെ പ്രാദേശിക കൂട്ടായ്മകൾ രൂപപ്പെട്ടു വരുന്നു. ഛത്തീസ്ഗഡിലേക്ക് ഒരു മിഷണറിമാരെയും കയറ്റില്ല എന്നുള്ള നിലയിലേക്ക് മഹാപഞ്ചായത്തിൽ കൂടി വരുന്നു. അതവിടെ നിൽക്കട്ടെ, ഞാൻ കേരളത്തിലേക്ക് വരാം. ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ ചാനലുകൾ വെറുതെ ഇരുന്നില്ല, അവർ അന്വേഷണം നടത്തി. കേരളത്തിൽ മതപരിവർത്തനമുണ്ടോ, കേരളത്തിൽ ഇങ്ങനെ തട്ടിപ്പുണ്ടോ വെട്ടിപ്പുണ്ടോ എന്നുള്ള അന്വേഷണം നടത്തിയപ്പോഴാണ് വളരെ ഗുരുതരമായ, അതീവ ഗുരുതരമായ ചില വിഷയങ്ങൾ നെയ്യാറ്റിങ്കര രൂപതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി വരുന്നതായി വാർത്തകൾ വരുന്നത്. MA ബേബി ഒരിക്കൽ കളിയാക്കി, രൂപത എന്ന് പറഞ്ഞാൽ രൂപ, അതെ പണം തരൂ, അതിരൂപത എന്ന് പറഞ്ഞാൽ കൂടിയ പണം തരാം, അല്ലെങ്കിൽ തരൂ, ഇങ്ങോട്ട് തരൂ അങ്ങോട്ട് തരാം, രൂപ തരാം. അപ്പോൾ ആളുകളും രൂപത എന്ന് പറഞ്ഞ് നിൽക്കും, അല്ലെങ്കിൽ അതിരൂപത, കൂടുതൽ രൂപത എന്ന് പറഞ്ഞ് നിൽക്കും. പള്ളിയിലൊക്കെ അല്ലെങ്കിൽ രൂപത. ഇത് ഞാൻ കളിയാക്കിയതല്ല, MA ബേബി പറഞ്ഞതിനെ കോട്ട് ചെയ്തെന്ന് മാത്രം. ദയവായി എനിക്ക് ക്രിസ്ത്യാനികളോടോ ഈ രൂപത അതിരൂപത സംവിധാനങ്ങളോടൊക്കെ ബഹുമാനമാണ്, ഒരു എതിർപ്പുമില്ല. പക്ഷേ MA ബേബി പറഞ്ഞ കാര്യം ഞാനൊന്ന് സാന്ദർഭികമായി കോട്ട് ചെയ്തു എന്ന് മാത്രം. നെയ്യാറ്റിൻകരയിലെ ഉള്ള മത്സ്യത്തൊഴിലാളി മേഖലയിൽ വ്യാപകമായി അവരെ മതം മാറ്റുന്നതിന് വേണ്ടിയും അവർക്ക് മറ്റ് രീതിയിലുള്ള സഹായം കൊടുക്കുന്നതിന് വേണ്ടിയും 1947 ഉണ്ടായ ഒരു നിയമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പള്ളികളിൽ നിന്ന് അവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഹിന്ദുക്കളിൽ പെട്ടിട്ടുള്ള, അങ്ങനെ കൊടുക്കുമ്പോൾ PSC അടക്കമുള്ള റാങ്ക് ലിസ്റ്റിൽ അവർക്ക് റിസർവേഷനിൽ കയറി വരാൻ എളുപ്പമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ കാണിച്ചത് BTech പാസ്സായ ഒരു പെൺകുട്ടി, ആ വീട്ടിൽ നിന്ന്, ആ കുടുംബത്തിൽ നിന്ന് SLC പാസ്സായതേ ആ പെൺകുട്ടിയാണ്. പക്ഷേ ഇപ്പോൾ BTech പാസ്സായിട്ടുണ്ട്. BTech പാസ്സാക്കി ചെന്നൈയിൽ പോയി BTech പഠിച്ചുകൊണ്ട് വന്നതിന് ശേഷം ആ പെൺകുട്ടിക്ക് സംവരണത്തിലൂടെ ജോലി കിട്ടേണ്ടതാണ്. മത്സ്യത്തൊഴിലാളിയാണ്, പക്ഷേ കിട്ടുന്നില്ല. തട്ടുകട പോലൊരു ചെറിയ കട, ദോശക്കടയല്ല, ഒരു മുറുക്കാൻ കട അവർ നടത്തുന്നു. ഭർത്താവ് മറ്റൊരു ജോലിക്ക് പോകുന്നു. അവിടെ നിന്ന് അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് ആയിരക്കണക്കിന് പേരിന് നെയ്യാറ്റിങ്കര രൂപതയിൽ നിന്ന് അവിടുത്തെ ഒരു അച്ഛൻ്റെ പേരുമൊക്കെ പറഞ്ഞ്, ഞാൻ അച്ഛൻ്റെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ക്രിസ്ത്യ സഹോദരങ്ങൾ എന്നോട് പൊറുക്കുക. പക്ഷേ ഒരു അച്ഛൻ ഇങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ, വേജ് സർട്ടിഫിക്കറ്റുകൾ കൊടുത്തത് കൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടേണ്ട ജോലി കിട്ടിയില്ല. അവിടെയാണ് നമ്മുടെ കൺസേൺ. മത്സ്യത്തൊഴിലാളികൾ എന്നും മത്സ്യത്തൊഴിലാളികളായി തന്നെ കിടന്നാൽ മതിയോ? അവർക്ക് ഉയർന്നു വരണ്ടേ? അവരിൽ നിന്ന് ഡോക്ടർമാർ വേണ്ടേ, എഞ്ചിനീയർമാർ വേണ്ടേ, IAS വേണ്ടേ, സർക്കാർ ഉദ്യോഗസ്ഥർ വേണ്ടേ? എന്നും അവർ ചാളത്തോട് പിടിക്കാനും പ്രളയം വരുമ്പോൾ വെള്ളം കൊണ്ടുവരാനും മറ്റുള്ളൊരു വിഭാഗമാണോ? ഒരിക്കലുമല്ല. അവരിൽ നിന്നും ഉണ്ടായി വരണ്ടേ? അവരെ സംഘടിതമായി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു. ഞാൻ ഈ തീരപ്രദേശത്തുള്ള പല സ്ഥലങ്ങളിലും പോയി പല കാര്യങ്ങളും ചെയ്യാൻ പോകുമ്പോൾ ആളുകൾ പറയുന്നത്, അച്ഛൻ കൂടെ പറയട്ടെ, പള്ളിക്കാരൂടെ പറയട്ടെ എന്നാണ്. നല്ലതാണ്, പള്ളിക്കാരത് പറയട്ടെ. പക്ഷെ അങ്ങനെ പറയട്ടെ എന്ന് പള്ളിയിൽ വിശ്വസിച്ച ആളുകളെ തീർച്ചയായും ചതിക്കാൻ പാടില്ല. വിഷ്ണുപുരം ചന്ദ്രശേഖരനെ പോലെയുള്ള നാടാർ മഹാസഭയുടെയും അയ്യാവൈകുണ്ഠസ്വാമിയുടെ സമിതിയുടെയൊക്കെ ചെയർമാനും NDA ചെയർമാനൊക്കെ വൈസ് ചെയർമാനായിട്ടുള്ള വിഷ്ണുപുരം ചന്ദ്രശേഖരം, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ ആളുകളും മത്സ്യത്തൊഴിലാളികളുടെ നേതാക്കളും എല്ലാം വന്ന് വലിയ ബഹളമുണ്ടാക്കുന്നുണ്ട്. വ്യാപകമായി ലക്ഷക്കണക്കിന് ആളുകളെയാണ് കൺവെർട്ട് ചെയ്യുക എന്നുള്ള വേചന. എന്നാൽ കൺവെർഷൻ നടക്കുന്നുണ്ടോ? അതുമില്ല. മതം മാറ്റുകാമെന്നുള്ള വേചന അവർക്ക് കള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത്, അത് വില്ലേജ് ഓഫീസർമാരും കൂടി അതിനകത്ത് ഒത്തുകളിക്കുന്നു എന്നാണ് അറിയുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്കാണ് ജോലി വാങ്ങിക്കൊടുത്തത്. ജോലി വാങ്ങിക്കൊടുത്തവരോടോ കിട്ടിയവരോടോ അല്ല പരാതി, കിട്ടാതെ നിൽക്കുന്ന ആയിരങ്ങളുണ്ട്. ആ ആയിരങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ് എന്നുള്ളതും അവർ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമായതുകൊണ്ട് തന്നെ അവർക്ക് അവകാശപ്പെട്ടത് അവർക്ക് കൊടുക്കണമെന്നുള്ള
ഒരു സാമാന്യ യുക്തി ഇതിനകത്തുണ്ട്, ഒരു നീതി നിഷേധമുണ്ട്, സാമാന്യ നീതിയുടെ ഒരു നിഷേധമുണ്ട് ഇതിനകത്ത് എന്നുള്ളത് കൊണ്ടാണ് ഒരു ജസ്റ്റിസിൻ്റെ, ഒരു നാച്ചുറൽ ജസ്റ്റിസിൻ്റെ, ഒരു സ്വാഭാവിക നീതിയുടെ എല്ലാ ലംഘനവും അവിടെ നടന്നിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വിഭാഗത്തിനെതിരെയല്ല, കാരണം ഒരു വിഭാഗത്തിന് ജോലി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കിട്ടാതിരിക്കുന്ന വിഭാഗം വളരെ ഗുരുതരമായ സാമൂഹ്യമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും വളരെ പിന്നിൽ കിടക്കുന്ന കടലിനോട് മല്ലടിക്കുന്ന ഒരു ജനതയാണ്. അവരെന്നും കടലിനോട് മല്ലടിച്ച് അവർ അവിടെ നിന്ന് മീൻ എടുത്ത് അത് വഴിയോരങ്ങളിലൊക്കെ കൊണ്ടുവച്ച് വിറ്റ് എന്നും അവർ ദുഃഖത്തിൽ ജനിച്ച് ദുഃഖത്തിൽ വളർന്ന് ദുഃഖത്തിൽ മരിച്ചാൽ മതിയോ? അവർക്കും വേണ്ടേ ഒരു മോചനം. തീർച്ചയായിട്ടും ഇത് വലിയ ചതിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഛത്തീസ്ഗഡിൽ ഇത് തുടങ്ങി, എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി, ഇന്ത്യയിലാകെ എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി. മതമാറ്റമുണ്ടോ, മതപരിവർത്തനമുണ്ടോ? ഈ അന്വേഷണത്തിൻ്റെ ഒരു കാര്യമില്ലായിരുന്നു. കുറച്ചുകൂടി സമാധാനമായി നമുക്ക് പോകാമായിരുന്നു. എന്തായാലും നെയ്യാറ്റിൻകരയിൽ നിന്ന് വരുന്ന വാർത്ത ശുഭകരമല്ല. വരും ദിവസങ്ങളിൽ അതിൻ്റെ വലിയ സമരമൊക്കെ നടക്കുന്നു എന്ന് കേൾക്കുന്നു. ഇനിയെങ്കിലും നമുക്ക് തിരുത്താം. ജാതിയും മതവും പരിവർത്തനമൊക്കെ നമുക്ക് മതിയാക്കാം. ആളുകൾ സ്വയമേവ ഇഷ്ടമുള്ളത് വിശ്വസിക്കട്ടെ, അല്ലാത്തവർ വിശ്വസിക്കാതിരിക്കട്ടെ.